ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ച. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി അവസാനം വരെ ഇരുന്ന് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കേൾക്കണം. കാരണം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നൽകും. അഷ്ടമി തിഥി ആരംഭിക്കുന്നത് 2026 ജൂലൈ മാസം 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1:25 മുതൽ 8-ാം തീയതി ഉച്ച കഴിഞ്ഞ് 12:21 വരെയാണ്. 8-ാം തീയതി ബുധനാഴ്ചയാണ്. അന്ന് ഉദയത്തിൽ അഷ്ടമിയാണ്. ബുധനാഴ്ചയും അഷ്ടമിയും കൂടി ചേർന്ന് വരുന്ന ദിവസം ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്. വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. ആദ്യമായിട്ട് ബുധഗ്രഹത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ ഗ്രഹത്തിൻ്റെ ദേവത സാക്ഷാൽ നാരായണനാണ്. ഈ ദിവസം, അതായത് ബുധനാഴ്ച ദിവസം, നമ്മൾ വ്രതമെടുത്ത് നാരായണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത്? അതായത് ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ടുള്ള ദോഷങ്ങൾ, ശത്രുദോഷം പൂർണ്ണമായിട്ടും മാറുക തന്നെ ചെയ്യും. നമ്മളിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. അതുപോലെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഈ ദിവസം നമ്മൾ വ്രതമെടുത്ത് നാരായണസ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹം സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇതാണ് ബുധഗ്രഹത്തെ പറ്റി നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. ബുദ്ധിയുടെ ഗ്രഹമാണ്, വിദ്യയുടെ ഗ്രഹമാണ്, വ്യാപാരം അഭിവൃദ്ധിപ്പെടുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രഹമാണ്. അങ്ങനെ ബുധൻ എന്ന ഗ്രഹം നമ്മളെ ഒരുപാട് സഹായിക്കും. അതായത് കുട്ടികളെ കൊണ്ട് ബുധനാഴ്ച ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിദ്യയുണ്ടാകും, അവർ നന്നായി പഠിക്കും, വിദ്യാതടസ്സങ്ങൾ മാറും, അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകും, ബുദ്ധിക്ക് തെളിമയുണ്ടാകും, നല്ല വിദ്യയുണ്ടാകും, നല്ല തൊഴിൽ ലഭിക്കും. നമ്മൾ വ്യാപാരം നടത്തുന്ന ആളുകളാണെങ്കിൽ, കച്ചവടം നടത്തുന്ന ആളുകളാണെങ്കിൽ, ഇന്ന് പലതരത്തിലുള്ള കച്ചവടങ്ങൾ മനുഷ്യർ നടത്തും. ഓൺലൈൻ കച്ചവടങ്ങൾ നടക്കും, അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ കടയിട്ടിട്ട് അങ്ങനെയുള്ള കച്ചവടങ്ങൾ നടക്കും. അങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്താറുണ്ട്. ആ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ കച്ചവടം അഭിവൃദ്ധിപ്പെടും, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തികമായി ഉന്നമനമുണ്ടാകും, ശത്രുവിനെ ജയിക്കും, കടം തീരും. ഇങ്ങനെയുള്ള ധാരാളം അനുഗ്രഹങ്ങൾ ഈ ദിവസം നമ്മൾ വ്രതമെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ, ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഇനി അഷ്ടമി. അഷ്ടമിയുടെ ദേവത ദുർഗയാണ്, കൃഷ്ണനാണ്, കാലഭൈരവനാണ്. ഈ 3 ദേവതകൾക്കും ഏറ്റവും പ്രിയപ്പെട്ട തിഥി അത് അഷ്ടമി തിഥിയാണ്. ശത്രുദോഷം മാറുന്നതിനും, നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതിനും, ആഗ്രഹം സാധിക്കുന്നതിനും ഒക്കെ തന്നെ അഷ്ടമി തിഥിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടും കൂടി ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അന്നത്തെ ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലിരുന്ന് കഴിയുന്നവരെല്ലാവരും വ്രതമെടുത്ത് മഹാവിഷ്ണുവിനെ ഭജിക്കണം. എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത്? നമ്മൾ രാവിലെ മുതൽ രാത്രിയിൽ എപ്പോഴാണോ നമ്മൾ ചന്ദ്രഭഗവാനെ കാണുന്നത് അത്രയും സമയം നമ്മൾ
വ്രതത്തിലിരിക്കണം. നിങ്ങൾക്ക് ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാം, ജലം മാത്രം കുടിച്ചിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പാലും പഴങ്ങളും കഴിച്ചിരിക്കാം. പക്ഷേ ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത്. ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നാരായണസ്വാമിയെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളുമെല്ലാം ഇറക്കി വെച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ആ വ്രതം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാം. അതും ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാതെ എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കാം. അങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. അന്നത്തെ ദിവസം നിങ്ങൾ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളോ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളോ ധരിക്കുവാൻ പാടില്ല എന്നാണ് വിശ്വാസം. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നു. നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അപ്പം പൂർണ്ണമായും പച്ച നിറത്തിലുള്ള വസ്ത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും പച്ച നിറം കലർന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്ത്രം ധരിക്കുക. പക്ഷേ കറുപ്പും ചുവപ്പും ആ വസ്ത്രത്തിൽ ഉണ്ടാകരുത്. പച്ച നിറത്തിലുള്ള എന്തെങ്കിലും ഒരു പൊട്ടോ അല്ലെങ്കിൽ ഒരു ബാൻഡോ ആണെങ്കിലും ധരിച്ചു കൊള്ളുക. അല്ലെങ്കിൽ പച്ച വളകൾ ധരിക്കാം. എന്തായാലും പച്ച നിറം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. കറുപ്പും ചുവപ്പും ധരിക്കാൻ പാടില്ല എന്നും പറയുന്നു. മറ്റൊരു കാര്യം, അന്നത്തെ ദിവസം ആരും കടം വാങ്ങരുത്. കടം വാങ്ങാൻ ഒട്ടും നല്ല ദിവസമല്ല. കടം വാങ്ങരുത്. പുതിയ ബിസിനസ് ആരംഭിക്കുകയും ചെയ്യരുത്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യരുത്. കടം വാങ്ങരുത്, പുതിയ ബിസിനസ് ആരംഭിക്കരുത്. അന്ന് ആരോടും വഴക്കിടരുത്, കോപം പാടില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങളും ശ്രദ്ധിക്കുക. കടം വാങ്ങരുത്, പുതിയ ബിസിനസ് ആരംഭിക്കരുത്, ആരോടും വഴക്കിടരുത്, ആരോടും ദേഷ്യപ്പെടരുത്, കറുപ്പും ചുവപ്പും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്, പച്ചവസ്ത്രം ധരിക്കാം, മഹാവിഷ്ണുവിന് നെയ്വിളക്ക് തെളിയിക്കാം. അന്നത്തെ ദിവസം നമുക്ക് ദാനം ചെയ്യാം. എന്തൊക്കെ ദാനം ചെയ്യാം? പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യാം. പച്ചപ്പയർ, ചെറുപയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പയർ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കില്ലേ, ആ പയർ, ഒന്നുകിൽ ചെറുപയർ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പയർ, അത് ദാനം ചെയ്യാം. അതിൽ തന്നെ ചെറുപയറാണ് ഏറ്റവും ശ്രേഷ്ഠം. ചെറുപയർ മേടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കുട്ടികൾക്ക് ചെറുപയർ മേടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ട് കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. വ്യാപാരത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയും അതുപോലെ തന്നെ ശത്രുവിനെ ജയിക്കാൻ സാധിക്കുകയും കടം തീരാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും. ഈ ദിവസം നമ്മൾ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശത്രുദോഷം മാറും, നെഗറ്റീവ് എനർജി അത് മാറും, ആഗ്രഹങ്ങൾ സാധിക്കും. അതുപോലെ വിദ്യയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും, വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, കടം തീരും. ഇങ്ങനെയുള്ള ധാരാളം പ്രയോജനങ്ങൾ ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകും. ബുധനാഴ്ച വ്രതമെടുത്ത് പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ പൊതുവായ രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ ബുധനാഴ്ചയും അഷ്ടമിയും കൂടി ചേർന്ന് വരുന്ന ഈ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി വ്രതമെടുത്താലും വ്രതമെടുത്തില്ലെങ്കിലും എല്ലാവരും അന്നേ ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന നാമം അത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമമാണ്. നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കാം, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കാം, എല്ലാം ജപിക്കാം. പക്ഷേ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നിർബന്ധമായും എല്ലാവരും വ്രതമെടുത്താലും വ്രതമെടുത്തില്ലെങ്കിലും നിങ്ങൾ 108 തവണ ജപിക്കുക തന്നെ ചെയ്യണം. അത് എല്ലാ ബുധനാഴ്ചയും ജപിച്ചു കൊള്ളുക. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ട് ജപിപ്പിച്ചു കൊള്ളുക. തൊഴിൽ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും ജപിക്കണം. അതുപോലെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നിർബന്ധമായും ജപിക്കണം. അങ്ങനെ ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരും നിർബന്ധമായും
എല്ലാ ബുധനാഴ്ചയും ജപിക്കുക. അന്നത്തെ ദിവസം കറുപ്പും ചുവപ്പും ഈ 2 നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. പച്ച വസ്ത്രം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക. നിങ്ങളെല്ലാവരും അന്നത്തെ ദിവസം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചെയ്യുന്ന ആളുകളെല്ലാവരും, ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളെല്ലാവരും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.